മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. 2 ഇടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയിലും RRT സംഘത്തിന്റെ നിരീക്ഷണമുണ്ടാകും. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു ഗഫൂറിന്റെ കുടുംബത്തിന് ഇന്ന് കൈമാറി. നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടക്കാക്കുണ്ട് പറശ്ശേരി മേഖലകളിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ വനംവകുപ്പ് പ്രസ്തുത മേഖലകളിൽ പ്രത്യേക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. എന്നാൽ റാവുത്തൻമലയിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ ആക്രമണമുണ്ടായ സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തും കൂടുകൾ സ്ഥാപിച്ചു. 20 പേരടങ്ങുന്ന 3 റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട്. ഇപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിംഗ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡ്രോൺ പരിശോധനയും ആരംഭിച്ചു. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാളികാവിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവക്കൂട്ടിൽ ഇടണമെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറി. 24 മലപ്പുറം.